എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സോസേജ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 340 ഗ്രാം സോസേജാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 തണ്ട് കറിവേപ്പില, 2 എരിവ് കുറഞ്ഞ പച്ചമുളക്, 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തത്. ഇനി അടുപ്പത്ത് നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ താല്പര്യമുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സോസേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 4 മുതൽ 5 മിനിറ്റ് വരെ ഓയിലിൽ വറുത്തെടുക്കാം. ആവശ്യത്തിന് വറവ് ആയതിനു ശേഷം നമുക്കത് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ആ പാനിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അതിലേക്ക് അല്പം കൂടി ഓയിൽ ഒഴിച്ച് ചേർക്കുന്നുണ്ട്. സവാള ഇടുന്നതിന് മുൻപ് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് നന്നായി വഴണ്ടി കിട്ടില്ല. അതുകൊണ്ടാണ് അത് ആദ്യം ചേർക്കുന്നത്. അതൊന്നൊരു മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. ശേഷം നമുക്കതിലേക്ക് പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സോസേജ് നമുക്ക് അല്പം സോൾട്ടി ആയിട്ടാണ് കിട്ടുക. അപ്പം നമുക്ക് സോസേജ് വറുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു അരമിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ ഒരു പച്ച കുത്ത് മാറുന്നതിന് വേണ്ടിയാണ് ഇതിങ്ങനെ ഒന്ന് ചൂടാക്കുന്നത്. ശേഷം ഇതിലേക്ക്
1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. എരിവ് കുറഞ്ഞ മുളക് പൊടി ഉള്ളവരാണെങ്കിൽ നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 മിനിറ്റിന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരക പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് അല്പനേരം ഇളക്കിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് വറുത്തെടുത്ത് വെച്ച സോസേജ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ നല്ല സ്പൈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയും ഇതുപോലത്തെ നല്ല റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.